ഏവർക്കും പ്രത്യാശയുടെ ഈസ്റ്റർ ആശംസകൾ. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പുത്തൻ കിരണങ്ങളുമായി മറ്റൊരു ഈസ്റ്റർ കൂടി വന്നെത്തിയിരിക്കുകയാണ്. പീഡാനുഭവങ്ങൾക്കും കുരിശുമരണത്തിനും ശേഷം ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ ലോകത്തിന് ലഭിച്ചത് സമാധാനത്തിൻ്റെ സന്ദേശമാണ്. ഈ ഈസ്റ്റർ ദിനത്തിൽ നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത് പാറ്റൂർ സെൻറ് തോമസ് മാർത്തോമ സിറിയൻ ചർച്ചിലെ AT തോമസ് അച്ഛനാണ്. സ്വാഗതം അച്ഛാ. താങ്ക് യു. അച്ഛാ, ഈ ഒരു ഈസ്റ്റർ ദിനത്തിൽ നമുക്ക് ഈസ്റ്റർ ആഘോഷത്തിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. കർത്താവിൻ്റെ പീഡാസഹനത്തിൻ്റെ അവസാനം കർത്താവ് ഈ ലോകത്തിന് വേണ്ടി തൻ്റെ ജീവനെ സമർപ്പിച്ച വലിയ ഒരു ആക്ടിൻ്റെ പേരാണ് ക്രൂശീകരണം. ആ ക്രൂശീകരണത്തിന് ശേഷം ലോകത്തിൻ്റെ രക്ഷയ്ക്കായി അവൻ ക്രൂശിക്കപ്പെടുകയും അതിനുശേഷം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ക്രിസ്തീയ സഭയുടെ വിശ്വാസത്തിൻ്റെ ആണിക്കല്ലാണത്. മാത്രമല്ല, അവൻ വീണ്ടും വരികയും ചെയ്യും. ഈ ഒരു വിശ്വാസത്തിലാണ് ക്രിസ്തീയ സഭ നൂറ്റാണ്ടുകളായി ഇന്നും അഭംഗുരം ശക്തമായി മുന്നോട്ട് പോവുകയും നിലനിൽക്കുകയും ചെയ്യുന്നത്. അച്ഛാ, അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു സാമൂഹിക സ്ഥിതിയിൽ ഈസ്റ്റർ സന്ദേശം എത്രത്തോളം പ്രസക്തമാണ്? നമ്മുടെ ഈ ഒരു ആധുനിക യുഗത്തിൽ എത്രത്തോളം പ്രസക്തമാണ്? എന്തും പ്രസക്തമുള്ളൊരു കാര്യമാണ് ഉയർത്തെഴുന്നേൽപ്പ്. ഈസ്റ്റർ പറയുന്ന പ്രധാനപ്പെട്ട 3 കാര്യം ഉള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. എൻ്റെ മനസ്സിൽ പോകുന്ന ഈ 3 കാര്യം. ഈസ്റ്റർ ഈസ് ആൻ എൻകൗണ്ടറാണ് എന്ന് പറഞ്ഞാൽ ഒരു കൂടിച്ചേരല്ല, ആളുകൾ തമ്മിലുള്ള ഒരു സന്തോഷത്തിൻ്റെ, മരണത്തിന് ശേഷം ഞങ്ങളുടെ കർത്താവിൻ്റെ ഒരു ഉദ്ധാനത്തിൻ്റെ സന്തോഷം ആളുകളുടെ ഒരു കൂട്ടായ്മയുടെ സന്തോഷം കൂടാണ്. കല്ലറയ്ക്കൽ വെച്ച് കർത്താവ് ഉയർത്തപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയുടെ മധ്യത്തിലാണ് കർത്താവ് ഉയർത്തത്. അപ്പോൾ കമ്മ്യൂണിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. 2, ഇറ്റ് ഈസ് ആൻ എംബോഡിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ശാക്തീകരണമാണ്, വ്യക്തികൾക്ക് ഒരു ശക്തിയാണ്. ക്രിസ്തുവിശ്വാസി എന്ന നിലയിൽ യേശു കർത്താവിൻ്റെ ഉയർപ്പ് നമുക്ക് തരുന്ന ശരീരത്തിനും മനസ്സിനും തരുന്നൊരു ശക്തിയുണ്ട്. നൂറ്റാണ്ടുകളായി നിങ്ങൾ ശ്രദ്ധിച്ചാൽ പീഡാനുഭവങ്ങൾ കൂടെ പോയ സഭ, റോമൻ സാമ്രാജ്യത്തിൻ്റെ പീഡനങ്ങളിൽ തകർന്ന സഭ നിലനിന്നതും ഇന്ന് നിൽക്കുന്നതും മുഴുവൻ ഈ ശരീരത്തിലും മനസ്സിലും ഈ ഉയർപ്പ് സൂക്ഷിച്ചത് കൊണ്ടാണ്. 3, ഇറ്റ്സ് ആൻ എൻറിച്ച്മെൻറ്റാണ് എന്ന് പറഞ്ഞാൽ ഒരു സമൃദ്ധിയാണ്. എന്നാൽ ഇത് കഷ്ടമാണല്ലോ, ഭാരമാണല്ലോ, അയ്യോ ബുദ്ധിമുട്ടുള്ള ഒരു പാതയൊന്നും അല്ല, സന്തോഷമാണ്, സമൃദ്ധിയാണ്. സന്തോഷവും സമൃദ്ധിയുള്ള ഒരനുഭവമാണ് ഈസ്റ്റർ എന്ന് പറയുന്നത്, ഉയർപ്പ് പെരുന്നാളെന്ന് പറയുന്നത്. അച്ഛാ, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു അച്ഛൻ പറഞ്ഞ പോലെ തന്നെ യേശുവിൻ്റെ ഈ ഒരു ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ എങ്ങനെ പ്രായോഗികമാക്കാം? ആ ഒരു സന്ദേശത്തിനെ നമുക്ക് എങ്ങനെ വ്യക്തി ജീവിതത്തിലേക്ക് കൊണ്ടുവരാം? ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത് ഒരു റിച്വൽ മാത്രമല്ല. ഇപ്പോൾ 50 ദിവസത്തിൻ്റെ നോമ്പിൻ്റെ സമാപനം ഉയർപ്പ് പെരുന്നാളാണ്. അതെല്ലാ ക്രിസ്തീയ സഭകളും ദുഃഖവെള്ളി, ദുഃഖശനി, പിന്നെ ഉയർപ്പ് തിരുനാൾ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ, ഉയർത്തെഴുന്നേറ്റ കർത്താവ് പ്രസൻറ്റ് ചെയ്യുന്നത് എന്തുവാ? ഉയർത്തെഴുന്നേറ്റ ജീവിതങ്ങളെയാണ്, ഒരു ചത്ത ജീവിതത്തെ അല്ല. അപ്പം നമ്മുടെ വ്യക്തികൾ എന്ന നിലയിൽ നമ്മൾ ഉയർത്തവരായി മാറണം. റിസറക്റ്റഡ് ലൈഫ് ഇൻ ദിസ് എർത്ത്. ഈ ലോകത്ത് ഉയർത്തെഴുന്നേറ്റ ജീവിതം നമ്മുടെ വാക്കിലും, ഉയർത്ത വാക്ക്, ഉയർത്ത ജീവിതശൈലി, ഉയർത്ത കർമ്മം, ഇതൊരു റിച്വൽ മാത്രമല്ല. യേശു ഉയർത്തു, അതൊരു റിച്വൽ മാത്രമല്ല. പിന്നെയോ വ്യക്തിയുടെ ജീവിതത്തിൽ നല്ല മനുഷ്യരായി, നല്ല ക്രിസ്ത്യാനിയായി ജീവിക്കുക എന്നുള്ളതാണ്, നല്ല മനുഷ്യനായി ജീവിക്കുക എന്നുള്ളതാണ്, സ്നേഹം കാണിക്കുന്നവരായിരുന്നു. കർത്താവിൻ്റെ ഏറ്റവും വലിയ ഒരു സന്ദേശമാണ് നിൻ്റെ ശത്രുക്കളെ നിന്നെപ്പോലെ സ്നേഹിക്കുക. ഇതാണ് ഏറ്റവും വലിയ സന്ദേശം. അച്ഛാ, നമുക്ക് അറിയാം 50 ദിവസത്തെ നോമ്പുകാലത്തിന് ശേഷമാണ് നമ്മൾ ഈസ്റ്റർ ദിനത്തിലേക്ക് എത്തുന്നത്. ഈ ഒരു 50 കാലത്തെ നോമ്പ് കാലത്തെ അച്ഛൻ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ 50 ദിവസത്തെ നോമ്പ് കാലം സത്യം പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പുതുക്കത്തിൻ്റെ, കുറേ കൂടെ നല്ല മനുഷ്യനാകാനുള്ള വിളിയാണ്. നമ്മുടെ വാക്കിൽ എങ്ങനെ നല്ലതാകാം, നമ്മുടെ പ്രവൃത്തിയിൽ എങ്ങനെ നല്ലതാകാം, നമ്മുടെ ജോലിയിൽ എങ്ങനെ നല്ലതാകാം, നല്ലൊരു ക്രിസ്ത്യാനിയായിട്ടിരിക്കാനായിട്ടുള്ളൊരു നല്ല വിളി, ഒരു നല്ല കാലമാണ് ഈ നോമ്പ് കാലം എന്ന് പറയുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഈ പാറ്റൂർ ഇടവക 100 പരം വർഷമുള്ള ഇടവകയാണ്. പഴയ തിരുവനന്തപുരം സിറ്റിയിലെ ആദ്യത്തെ പള്ളിയാണ്, വളരെ പ്രാധാന്യമുള്ള പള്ളിയാണ്. ഈ പള്ളിയിൽ നോമ്പ് എത്രയോ ആളുകൾ നോക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾ, സൺഡേ സ്കൂൾ കുട്ടികൾ, ഈ പ്രാവശ്യം 50 ദിവസവും നോക്കിയ സൺഡേ സ്കൂൾ കുട്ടികളുണ്ട് ഇവിടെ. അവരിപ്പോൾ വീട്ടിലെ പരിശീലനം, പള്ളിയുടെ ഒരു രീതി, അപ്പോൾ അവരുടെ ക്രിസ്തീയ മൂല്യം എത്രമാത്രം അവരുടെ ജീവിതത്തിലേക്ക് കയറി, അപ്പോൾ കൊച്ചിനെ മൂലം അവർ പ്രാക്ടീസ് ചെയ്യുക. എത്രയോ പേര് ഇവിടെ നോമ്പ്, അത് ഭക്ഷണം വെടിഞ്ഞുള്ള ഒരു കാര്യമാണ്. അത് നല്ലതാണ്. ഏത് മതങ്ങളിലും ഭക്ഷണം വെടിഞ്ഞ ഒരു സമയമുണ്ട്, ഏത് മതങ്ങളിലും.
എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യ വിശ്വാസത്തിലും ഈ 50 പല നോമ്പുകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട നോമ്പ് 50 നോമ്പ്. ഇത് ഭക്ഷണം വെടിഞ്ഞാൽ മാത്രമല്ല, വേണോ വേണ്ട എന്നുള്ള അവരുടെ വ്യക്തിപരമായ ചോയ്സാണ്. എൻ്റെ ഉള്ള കൊച്ചച്ഛൻ ഫിലോജിയൊക്കെ പറയിച്ചച്ഛൻ, അച്ഛൻ ഈ പ്രാവശ്യം നോമ്പിനെ പറ്റി പറഞ്ഞ ഡിജിറ്റൽ ഫാസ്റ്റിംഗ് യൂത്ത്സിനോട് പറഞ്ഞു, നിങ്ങൾക്ക് മൊബൈൽ ഉപയോഗിക്കാതിരിക്കാൻ പറ്റുമോ, ഇത്ര സമയം കൊണ്ട് മൊബൈൽ ഉപയോഗിക്കാതിരിക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ പിള്ളേർ എല്ലാ സൺഡേയിലും അവർ തീരുമാനിച്ചിരിക്കുക, ഇനി പള്ളി വരുമ്പോൾ അവർ മൊബൈൽ സൈലൻ്റാക്കി ഓഫാക്കി ഇവിടെ കൊടുക്കും. പള്ളി കഴിഞ്ഞിട്ട് മൊബൈലും കൊണ്ട് പോകും. അതൊക്കെ വലിയൊരു മാതൃകയാണ് ഡിജിറ്റൽ ഫാസ്റ്റിംഗ്. ചിലരാണ്, അച്ഛൻ പറഞ്ഞ വേറൊരു കാര്യമാണ്, ചിലർക്ക് മധുരം ഭയങ്കര ഇഷ്ടമാണ്, അതൊഴിവാക്കുക. നമുക്കെന്താ കുറയ്ക്കണമെന്ന് തോന്നുന്നത് അത് ചെയ്യുക. ഇതെല്ലാത്തിനും ഒരു ചിട്ടവട്ടമായി നോമ്പ്. മാത്രമല്ല ഇതിനപ്പുറമായിട്ട് നോമ്പ് കർത്താവിൻ്റെ പീഡകളെയും സഹനത്തെയും ഉയർപ്പിനെയും ധ്യാനിക്കുന്ന ഒരു ഡിവോഷണൽ മൊമെൻറ്റ്സും ടൈമുമാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. അച്ഛൻ ഇപ്പോൾ പറഞ്ഞതുപോലെ കുറച്ച് ഡിജിറ്റലൈസേഷനിലേക്ക് പോകുന്നതാണ് നമ്മുടെ യുവതലമുറ. അപ്പോൾ ഈ യുവതലമുറയ്ക്ക് ഈസ്റ്റർ എന്നുള്ളത് വെറും ഒരു ആഘോഷമായി മാറുന്നുണ്ടോ? അച്ഛന് അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? ഇന്ന് പൊതുവേ എല്ലാം ഒരു സെലിബ്രേഷൻ്റെ സമയമാണ്. പാട്ടാന്നേലും സെലിബ്രേഷൻ, എല്ലാം ഭക്ഷണക്രമം സെലിബ്രേഷനായി. അത്താഴം എല്ലാ വീട്ടിൽ നിന്നും പോയില്ലേ, എല്ലാം ഹോട്ടലിൽ കൂടുക. അത്താഴം പോയി, കാരണം സെലിബ്രേറ്റീവ് മൂഡാണ് എല്ലാത്തിനും. ഈ ഹോമോസാപ്പിയൻസിൻ്റെ ഒരു പ്രത്യേകതയോടാണ്. അങ്ങനെയാണ് ഉത്സവങ്ങളുണ്ടായത്. ചന്തകൾ തന്നെ ഉണ്ടാകുന്നത് എങ്ങനെയാണ്, സെലിബ്രേറ്റ് ചെയ്യാനുള്ളൊരു അവസരം എന്ന നിലയിലാണ്. ഈസ്റ്ററിനും അങ്ങനെ ഒരു പ്രതിസന്ധി വന്നിട്ടുണ്ട്. ഇതുമായിട്ട് യാതൊരു കാര്യത്തിൽ ഇടപെടാത്തവരും അന്നത്തെ ദിവസം സെലിബ്രേറ്റ് ചെയ്യും. അത് ലൈഫിൻ്റെ ഭാഗമാണ്. പക്ഷേ ഇന്നത്തെ യൂത്ത്സ്, എൻ്റെ ഒരു ചിന്തയിൽ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട്, ഞങ്ങളുടെ സഭയുമായി ബന്ധപ്പെട്ട് ഒത്തിരി യുവജനങ്ങൾ ഈ നോമ്പിൽ കൂടെയും ഈ ഫാസ്റ്റിങ്ങിൽ കൂടെയും വരുന്നു. പ്രത്യേകിച്ച് ഡിജിറ്റൽ ഫാസ്റ്റിംഗ് അവർ വലിയ കാര്യമായിട്ട് എടുക്കുന്നു. നമ്മളായിരിക്കും ഇപ്പോഴത്തെ ഒരു യൂത്ത്, ഇപ്പോഴത്തെ ജെൻസി, ആൽഫ ജെൻസ് അല്ലേ, ആ ഒരു തലമുറ അങ്ങനെയല്ല. അവരുടെ രീതിയിൽ ഇതുമായിട്ട് ഈ ദൈവവിശ്വാസവുമായിട്ടൊക്കെ അടുത്ത് ഒത്തിരി വരുന്നുണ്ട്. ഒത്തിരി പേര് നോമ്പ് നോക്കി വരുന്നുണ്ട്. ഇവിടെ 50 ദിവസവും നോമ്പ് നോക്കിയവരുണ്ട്. ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെ വേദപുസ്തക പാരായണം നടക്കും. 6 മണി മുതൽ ശനിയാഴ്ച വൈകിട്ട് 6 മണി വരെ. ചെറുപ്പക്കാർ ഒരു ടൈം കൊടുത്ത് വന്നിരിക്കുക. കുഞ്ഞുങ്ങൾ, കൊച്ചു പിള്ളേർ, ധാരാളം ആളുകൾ. അപ്പോൾ നോക്കൂ, ഈ ഒരു സെലിബ്രേഷൻ അപ്പുറമായി ഒരു ജീവിതത്തിൻ്റെ വ്രതമായി ഒരു ഡിസിപ്ലിനായിട്ട് എടുക്കുന്നവരാണ് ഇന്നും ഞങ്ങളുടെ ഇടയിലുള്ളത്. മറ്റുള്ള സെലിബ്രേഷൻ ഉള്ളവരുമുണ്ട്. പക്ഷേ അതിന് വിരുദ്ധമായിട്ട് ധാരാളം ഇന്നൊരു ജീവിത വ്രതമായിട്ടും ഇതിനെ എടുക്കുന്നുണ്ട്. അച്ഛനിപ്പം ഇത് പറയുമ്പോഴും നമ്മുടെ സമൂഹത്തിൽ പൊതുവെ പറയുന്നുണ്ട് നമ്മുടെ യുവതലമുറയ്ക്ക് ആത്മീയ മൂല്യങ്ങൾ കുറഞ്ഞു വരുന്നു എന്നുള്ളത്. അപ്പോൾ അച്ഛൻ ആ ഒരു അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? അത് നമ്മുടെ കാഴ്ചപ്പാടാണ്. അത് നമ്മളിപ്പോൾ നമ്മളൊക്കെ ഒരു പഴയ തലമുറയിൽപ്പെട്ട എന്ന് പറഞ്ഞാൽ 1972 ജനിച്ച ഒരാളെന്ന നിലയിൽ ഞാൻ എൻ്റെ ലോകം വീക്ഷണമാണ്, എൻ്റെ വായനാരീതി. എന്നാൽ എൻ്റെ കൂടെയുള്ള എൻ്റെ അച്ഛൻ്റെ വായനാരീതി വേറെയാണ്. അച്ഛൻ ഇതിനെയെല്ലാം കാണുന്നത് വേറെ രീതിയാണ്. അത് തെറ്റാന്ന് പറയാൻ പറ്റത്തില്ല. എന്നാൽ എങ്ങനെ മനുഷ്യരുമായി ബന്ധപ്പെട്ട് ദൈവത്തെ കൊടുക്കാൻ പറ്റും, അതാണ്. മതത്തിനപ്പുറമായിട്ട് മനുഷ്യനെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റും, മനുഷ്യനെ എങ്ങനെ. ഈ പിള്ളേർ നമ്മളെക്കാളും കൂടുതൽ സ്വാർത്ഥതയില്ലാത്ത കുഞ്ഞുങ്ങളാണ്. നമ്മളാണ് ഇച്ചിരി മറച്ച് വെച്ച കാര്യങ്ങൾ പറയും. ഇപ്പോഴത്തെ പിള്ളേരെ ഒന്ന് എടുത്ത് നോക്കി, അവരുള്ള പറയും. അവർക്ക് ഹിപ്പോക്രസിയോ ഒന്നുമുള്ള കുഞ്ഞുങ്ങളല്ല. പക്ഷേ നമ്മുടെ കാഴ്ചപ്പാട് അങ്ങനെ ആയതുകൊണ്ടാണ് അവരെ തെറ്റിദ്ധരിക്കുന്നത്. എന്നാൽ ഇല്ലാത്തവരും കാണാം. ബട്ട് എനിക്ക് അവരോട് പോസിറ്റീവ് സമീപനം തന്നെയാണ് ഉള്ളത്, അവരുടെ വേ ഓഫ് ലൈഫ്. പക്ഷേ ദൈവവുമായി ബന്ധപ്പെട്ട് അവർ ഡിസിപ്ലിനായിട്ട് മുന്നോട്ട് വരുമ്പോൾ അവർക്ക് ഒത്തിരി സമൂഹത്തിലും സഭയിലും മറ്റുള്ളവരെ ബന്ധത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും. അതങ്ങനെയാണ്. നമ്മൾ യൂത്തിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ നമ്മുടെ കുടുംബ ബന്ധങ്ങളെക്കുറിച്ചും പറയണമല്ലോ. അപ്പോൾ കുടുംബ ബന്ധങ്ങളെ ശക്തിപ്പെടുത്താനായിട്ട് ക്രൈസ്തവ വിശ്വാസവും ഇതുപോലെയുള്ള ആഘോഷങ്ങളും എത്രത്തോളം സഹായകരമാകുന്നുണ്ട്? ഇപ്പോൾ നോക്കൂ, പിന്നെ ക്രിസ്ത്യ വിശ്വാസത്തിൽ സെലിബ്രേഷൻ ഉണ്ട്. ഹോളി കമ്മ്യൂണിറ്റി സെലിബ്രേഷൻ. ഫാമിലിക്ക് ഇത്രയും ശക്തമായ പ്രാധാന്യം കൊടുക്കുന്നൊരു വിശ്വാസമാണ് ഈ ക്രിസ്ത്യ വിശ്വാസം. ഭാര്യ, ഭർത്താവ്, കുഞ്ഞുങ്ങൾ ഒന്നിച്ച്, അപ്പൻ അമ്മ ബന്ധങ്ങൾ, ഇന്നതെല്ലാം ശിഥിലമായിരിക്കുന്നൊരു കാലഘട്ടത്തിൽ ഈ മൂല്യങ്ങൾ, ക്രൈസ്തവ മൂല്യങ്ങൾ, പ്രത്യേകിച്ച് ഈസ്റ്റർ നൽകുന്ന ഒരു സന്ദേശം കുറേ കൊടുത്ത് സഹിക്കാൻ. ഇന്ന് പറയുന്നത് സഹനം കുറവാണല്ലോ. എനിക്കിഷ്ടമില്ല, ഞാൻ ഇട്ടിട്ട് പോകും, എനിക്ക് വേറൊരാളിനെ എടുക്കാം, മാറിയെടുക്കാമെന്നൊരു കാലത്താണ് ജീവിക്കുന്നത്. എന്നാൽ അതിനപ്പുറമായി എങ്ങനെ ഒന്നിച്ച് ജീവിക്കാം, എങ്ങനെ അതിജീവനത്തിൻ്റെ പാതയിൽ നല്ലൊരു തലമുറയെ വളർത്തിയെടുക്കാം, അതിന് സെലിബ്രേഷൻ ഒത്തിരി നല്ലതാണ്. അപ്പനും അമ്മയും ഉള്ള സെലിബ്രേഷൻ. അപ്പോൾ നമുക്ക് ഈ സെലിബ്രേഷൻ കുടുംബത്തിനപ്പുറമായൊരു സെലിബ്രേഷനിലേക്ക് പോകുമ്പോഴാണല്ലോ ഒത്തിരി പ്രതിസന്ധി വരുന്നത്, ബന്ധങ്ങളൊക്കെ തകർന്നു പോകുന്നത്.
വിതിൻ ദ റിലേഷൻഷിപ്പ്, വിതിൻ ദ ഫാമിലി സെറ്റപ്പ്, വിതിൻ ദ കമ്മ്യൂണിറ്റി, വിതിൻ ദ ഡിസിപ്ലിൻ ഒരു പാരാമീറ്റർ ഉണ്ടല്ലോ. നല്ല മൂല്യങ്ങൾ വെച്ച് എപ്പോഴും സെലിബ്രേഷൻ നല്ലതാണ്, ക്രിസ്ത്യൻ മൂല്യം അനുസരിച്ചെന്നാണ് എൻ്റെ അഭിപ്രായം. അച്ഛൻ്റെ ഈസ്റ്റർ ദിന ഓർമ്മകൾ എന്തൊക്കെയാണ്? എൻ്റെ ചെറുപ്പകാലം മുതലേ ഞങ്ങൾ എൻ്റെ വീട്ടിലാണെങ്കിലും ഞങ്ങൾ നോമ്പ് നല്ലപോലെ നോക്കുന്നതാണ്. എൻ്റെ അപ്പനും എൻ്റെ അമ്മയെ പിന്നെ പ്രത്യേകിച്ച് എടുത്ത് ഇവിടെ ഉണ്ടാകും. അമ്മയാണ് നോമ്പ് നോക്കാനൊക്കെ പഠിപ്പിക്കുകയും അപ്പനാണ് പള്ളിയുമായി കണക്ട് ചെയ്ത് വളർത്തുകയൊക്കെ ചെയ്തുകൊണ്ട് എൻ്റെ പള്ളി കൊന്നപ്പാറ ശാലയും എന്ന് പറയുന്ന സ്ഥലമാണ്, കോന്നി. അതൊക്കെ ഭയങ്കര അവരൊക്കെ നല്ല ഡിസിപ്ലിൻഡായിട്ട് ഇന്നത്തെ പോലല്ല. പള്ളിയിലിരിക്കണം, ഈ നോമ്പ് കൃത്യമായിട്ട് നോക്കണം, ഭക്ഷണക്രമീകരണങ്ങൾ കൃത്യമായിരിക്കണം, 50 ദിവസം നമസ്കാരം. ഇപ്പോഴാണ് ഈ 50 ദിവസം ഒത്തിരി ശക്തമായി വന്നത്. പഴയ കാലങ്ങളുള്ള സമയം ശക്തമായിട്ട് ഇതിനു വേണ്ടി ആ ഡിസിപ്ലിൻ വന്നു. പിന്നെ വളർന്നു വന്നു, സെമിനാരിൽ പോയി ഇച്ചിരൂടെ ഈ നോമ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏകദേശം 27-28 വർഷത്തിലേക്ക് ഞാൻ പ്രവേശിക്കുക അച്ഛനായിട്ട്. അപ്പോൾ നല്ല ഒരു ഓർമ്മകളാണ്. ഏറ്റവും കൂടുതൽ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് കൂടാനുള്ള ഒരവസരമാണ്. ദുഃഖവെള്ളിയാഴ്ച സമയം നോക്കാതെ എല്ലാവരും ഒന്നിച്ച് വന്നിരിക്കുന്നു, ദുഃഖശനിയാഴ്ച പള്ളിയിലിരിക്കുന്നു, ഞായറാഴ്ച ഒന്നിച്ച് കൂടുന്നു. ഒരു കൂട്ടായ്മയുടെ ബന്ധമാണ്. അപ്പം എല്ലാവരെയും കാണാം. പ്രത്യേകിച്ച് അവധിക്കാലമാണ്, സ്കൂളിൻ്റെ ടൈമിലൊക്കെ പിള്ളേർക്ക് അവധിയാണ്. അവധിയുടെ ഒരു സന്തോഷവും നോമ്പും കൂടെ ആകുമ്പോൾ ഈ ഈസ്റ്ററൊക്കെ ആകുമ്പം ഭയങ്കര സന്തോഷമാണ്. മാത്രമല്ല നല്ല സന്ദേശങ്ങൾ, നല്ല മൂല്യങ്ങൾ പകരുന്ന ഏറ്റവും ബെസ്റ്റ് സമയമാണ് ഈസ്റ്റർ. എൻ്റെ കുട്ടിക്കാലവും എൻ്റെ ഇപ്പോഴത്തെ കാലമൊക്കെ നോക്കുമ്പോൾ ഐ എം സോ ഹാപ്പി ടു ബി വിത്ത് ദിസ് ഈസ്റ്റർ സീസൺ.